ഹായ് കേരഡ് ജയൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരഡ്സ് 2026 ഇന്ത്യൻ ആർമിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. CSBO പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഗ്രൂപ്പ് സി വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. ഈ ഒരു വീഡിയോയിൽ കൂടി ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ പ്രോസസ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഓൾ ഇന്ത്യ ലെവലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പെർമനൻ്റ് ആണ് ഈ ഒരു ജോബ്. അഗ്നിവീർ കാറ്റഗറിയിൽ പെടുന്നതല്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങളും ഒരു ഡിഫൻസ് ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. നോട്ടിഫിക്കേഷൻ ആൾറെഡി ഔട്ട് ആയിട്ടുണ്ട്. ഫോം ഫില്ലിങ്ങും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്ത് കാണാൻ കുട്ടികളെ പിന്നെയും എടുത്തിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങളിവിടെ കാണുന്ന നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് CSBO. എന്താണ് കുട്ടികളെ, എന്താണ് CSBO? അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ കേരളത്തിൽ മിക്ക കുട്ടികളും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. സിവിലിയൻ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇത് ഗ്രേഡ് 2 കാറ്റഗറിയിൽ പെടുന്ന ഒരു ഗ്രൂപ്പ് സി ജോബാണ്. ഇന്ത്യയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് CSBO. CSBO എന്താണെന്ന് പറഞ്ഞാൽ സിവിലിയൻ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇനി ഇതിൻ്റെ ടാസ്ക് എന്താണ്? ടാസ്ക് എന്താണെന്ന് പറഞ്ഞാൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ എന്നാണ്. അതായത് ഇന്ത്യൻ ആർമിയിലൊക്കെ പലതരത്തിലുള്ള യൂണിറ്റ് ഉണ്ട്, ഓഫീസുണ്ട്. അവിടെയൊക്കെ ടെലിഫോൺ യൂസ് ചെയ്യുന്നതാണ് ഇവരുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെയാണ് CSBO എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയാലും നിങ്ങളുടെ മെയിൻ ജോബ് ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. ടെലിഫോൺ എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ എന്നാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ ഫുൾ കാണുക. നോക്കൂ കുട്ടികളെ, ഇതൊരു ഗ്രേഡ് 2 ജോബാണ്. ഗ്രൂപ്പ് സി കാറ്റഗറിയിലാണ് പെടുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഓഫ്ലൈൻ ത്രൂ ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടുന്നത്. അതായത് ഫോം ഫില്ല് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒരു അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്യണം. ആ അഡ്രസ്സാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓഫ്ലൈനിൽ ഫോം ഫില്ല് ചെയ്യുന്ന ആ ഡോക്യുമെൻ്റ് എല്ലാം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മെയിൽ ID യിലും സെൻഡ് ചെയ്യാം. ഈ 2 ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മെയിൽ ID യിൽ കൂടി നിങ്ങളുടെ പേഴ്സണൽ ഡോക്യുമെൻ്റ് എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ സെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ കൂടിയും ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു PDF ൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒഫീഷ്യൽ PDF ആവശ്യമുള്ളവർ ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അറിയേണ്ട ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. നോക്കൂ കുട്ടികളെ, ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മെയ് 2 ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 31 മെയ് ആണ്. ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് വേക്കൻസി. ടോട്ടൽ 190 വേക്കൻസിയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതും കാറ്റഗറി വൈസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. URൻ്റെ വേക്കൻസി, SC, ST, OBC, EWS എല്ലാം കാറ്റഗറി വൈസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വേക്കൻസി നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് ആൻഡ് റിലാക്സേഷൻ നോക്കാം. നോക്കൂ കുട്ടികളെ, 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കാസ്റ്റ് OBC ആണെങ്കിൽ 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ്. SC ST ആണെങ്കിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ക്വാളിഫിക്കേഷൻ. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. കാരണം മിക്ക കുട്ടികളും ആദ്യമായിട്ടാണ് CSBO എന്ന് കേൾക്കുന്നത്. മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൂടാ. ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി അപ്ലൈ ചെയ്യാം എന്നാണ് പലരും പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കും, നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്, നിങ്ങളുടെ കയ്യിൽ PBX സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എന്താണ് ഈ PBX? PBX എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബോർഡ് എക്സ്ചേഞ്ച്. ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മിനിമം ഡ്യൂറേഷൻ ഓഫ് എക്സ്പീരിയൻസ് ഷുഡ് ബി 6 months. ആ ഒരു സർട്ടിഫിക്കറ്റിനകത്ത് ഇതൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അതിന് മിനിമം 6 മാസത്തെങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇനി ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് ലഭിക്കുന്നത് അത് ഞാൻ പറഞ്ഞു തരാം. അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, എന്താണ് ഈ CSBO എന്ന്. ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവരുടെ മെയിൻ വർക്ക് എന്താണ്? ടെലിഫോൺ എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യൻ ആർമിയിലും പലതരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റത്തിലും ആർമി യൂണിറ്റ് ഉണ്ട്, ഓഫീസുണ്ട്, പിന്നെ ഹോസ്പിറ്റൽസ് ഉണ്ട്, മിലിറ്ററി ഹോസ്പിറ്റൽസ് ഉണ്ട്. അവിടെയെല്ലാം ടെലിഫോൺ എക്സ്ചേഞ്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആ ടെലിഫോൺ എക്സ്ചേഞ്ച് ഓപ്പറേറ്റേഴ്സിനെയാണ് ഈ പറയുന്ന CSBO എന്ന് പറയുന്നത്. ഓക്കെ, ഇവരുടെ മെയിൻ ടാസ്ക് എന്താണ്? ഏതെങ്കിലും കോൾ വന്നാൽ സീനിയർ ഓഫീസേഴ്സിന് എന്താണ് ഷെയർ ചെയ്യുക. അതാണ് ഇവരുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം റിസപ്ഷനിൽ നിങ്ങൾ കോൾ ചെയ്യും, അവരാണ് പിന്നെന്താണ് കോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതേ രീതിയിലൊരു ജോബാണ്
ഈ ഒരു ജോബ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോൾ സെൻറ്റർ ഇരിക്കുന്നവരുണ്ടല്ലോ, ആ രീതിയിലുള്ള വർക്കാണ് ഇവിടെ വരുന്നത്, ടെലിഫോൺ എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കും? ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയാലോ? ഈ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും വേണം. ഇനി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ സെക്യൂരിറ്റി ഏജൻസിയിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. സെക്കൻഡ്, വലിയ വലിയ ഹോസ്പിറ്റൽസ്, അവിടെയും ഇതേ രീതിയിലുള്ള CSBO ടീമുണ്ട്, അവരിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ വലിയ മാളിലുമുണ്ട് ഇതേ രീതിയിലുള്ള സെക്യൂരിറ്റീസ് അല്ല, ഇതേ രീതിയിലുള്ള സർവീസ്, ഈ ടെലിഫോൺ സർവീസ്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഹോട്ടൽസ് ഉണ്ട്, വലിയ വലിയ ഹോട്ടൽസ്, അവിടെയും ഇതേ രീതിയിലുള്ള CSBO ടീമുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും മനസ്സിലായല്ലോ എന്താണ് ഈ പ്രൈവറ്റ് ബോർഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, അതായത് PBX സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ജോബ് കിട്ടത്തുള്ളൂ. അപ്പോൾ ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം സ്കീം ഓഫ് എക്സാമിനേഷൻ. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞു തരാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എക്സാം ആണ് വരുന്നത്. നോക്കൂ കുട്ടികളെ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, 4 പാർട്ട് നിങ്ങൾക്ക് കാണാം. പാർട്ട് 1 25 മാർക്സ്, പാർട്ട് 2 25, പാർട്ട് 3 25, പാർട്ട് 4 25 മാർക്സ്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. 90 മിനിറ്റ്സ് ആണ് നിങ്ങളുടെ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്, സെക്കൻഡ് GK ആണ്, തേർഡ് ഇംഗ്ലീഷ് ആണ്, ഫോർത്ത് റീസണിങ് ആണ്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഒരു എക്സാം പാസ്സായാൽ മാത്രമേ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് സ്റ്റേജ് ഏതാണെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ആണ്. പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെലിഫോൺ എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റ് കാണും. ഇത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് എക്സാമിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാ കുട്ടികൾക്കും എന്താണ് ഈ പറയുന്ന സെലക്ഷൻ പ്രോസസ്സും കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും തന്നെ സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്കിത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഫോം എല്ലാം കൂടി നിങ്ങൾ എന്താണ് ഫയൽ ചെയ്യണം. അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഒരു ഫോം കിട്ടും. ആ ഫോം നോട്ടിഫിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. അതിനകത്തുണ്ട്. ആ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾ അഡ്രസ്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു മെയിൽ ID യിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ആവുന്നതായിരിക്കും. കേരറ്റ്സ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, സർട്ടിഫിക്കറ്റ്, എല്ലാ കാര്യങ്ങളും, സെലക്ഷൻ പ്രോസസ്സും പറഞ്ഞിട്ടുണ്ട്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും 2026 ആർമി റാലിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അതേപോലെ ആർമിയിലെ എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ് അവൈലബിൾ ആണ്. കേട്ടോ കുട്ടികളെ, രാവിലെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷമാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നത്. രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. കാരണം ആദ്യം ഏത് ARടെയാണ് ഫിസിക്കൽ നടക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഫിസിക്കൽ ട്രെയിനിങ്ങും ക്ലാസ്സും കൊണ്ടുപോകുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ് അവൈലബിൾ ആണ്. കുട്ടികളെ, ഇനി ഞാൻ കോഴ്സ് ഫീസിൻ്റെ അപ്ഡേറ്റ് കൂടി ഷെയർ ചെയ്യാം. GD ട്രേഡ്സ്മാൻ WMയുടെ ടോട്ടൽ കോഴ്സ് ഫീസാണ് 2950. NA ടെക് OAയുടെ ടോട്ടൽ കോഴ്സ് ഫീസാണ് 4720. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ നിങ്ങൾ എങ്ങും പോകേണ്ട. ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. തൊഴിൽ വാർത്തയിൽ നോക്കേണ്ട ആവശ്യവും വരത്തില്ല. കാരണം അതിൽ വരുന്നതിനെക്കാട്ടി മുൻപേ തന്നെ നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ വാട്സപ്പ് ചാനൽ കൂടി നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജോയിൻ ചെയ്യാൻ ആരും മറക്കരുത്. കോഴ്സ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് അറിയാനും നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന 2 നമ്പറാണ്. എല്ലാവരും സേവ് ചെയ്യുക. എന്നിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ഒരു നമ്പറിലോട്ട്. ഓക്കെ, നിങ്ങൾ പേഴ്സണൽ ഡൗട്ടാണെങ്കിലും പിന്നെ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.